അദൃശ്യനായ കർത്താവ് നാമിടയിൽ നടക്കുന്നല്ലോ. വിശ്വാസത്താൽ സ്പർശിച്ചിടാം ജീവന്റെ നായകനെ. അദൃശ്യനായ കർത്താവ് നാമിടയിൽ നടക്കുന്നല്ലോ. വിശ്വാസത്താൽ സ്പർശിച്ചിടാം ജീവന്റെ നായകനെ. മറയ്ക്കുന്ന ലോകചിന്തകൾ ഞങ്ങളെ വാണിടാതെ ആത്മതീയാൽ കാത്തിടുവാൻ കൊടുക ജീവനായകനെ. മറയ്ക്കുന്ന ലോകചിന്തകൾ ഞങ്ങളെ വാണിടാതെ ആത്മതീയാൽ കാത്തിടുവാൻ കൊടുക ജീവനായകനെ. അദൃശ്യനായ കർത്താവ് നാമിടയിൽ നടക്കുന്നല്ലോ. വിശ്വാസത്താൽ സ്പർശിച്ചിടാം ജീവന്റെ നായകനെ. വിശ്വസിക്കും വ്യക്തികൾ മേൽ വ്യാപരിക്കും ദൈവശക്തി. രക്തസ്രാവക്കാരത്തി മേൽ വ്യാപരിച്ച ദൈവശക്തി. മാറ്റിടട്ടെ എന്നെ മൂറ്റും രോഗത്തെയും സൗഖ്യമായി. വിശ്വസിക്കും വ്യക്തികൾ മേൽ വ്യാപരിക്കും ദൈവശക്തി. രക്തസ്രാവക്കാരത്തി മേൽ വ്യാപരിച്ച ദൈവശക്തി. മാറ്റിടട്ടെ എന്നെ മൂറ്റും രോഗത്തെയും സൗഖ്യമായി. അദൃശ്യനായ കർത്താവ് നാമിടയിൽ നടക്കുന്നല്ലോ. വിശ്വാസത്താൽ സ്പർശിച്ചിടാം ജീവന്റെ നായകനെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള ദേശനിവാസികളെ, നിങ്ങളെവരെയും കർത്തനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ച് ദൈവരാജ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളെ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോകാൻ ആഗ്രഹിക്കുക. ജാതിയില്ലാത്ത, മതമില്ലാത്ത, സംഘടനയില്ലാത്ത, ഗ്രൂപ്പില്ലാത്ത സർവപ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവം നമ്മെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ദൈവരാജ്യ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് അറിയിപ്പാനുള്ളത്. ഈ സ്നേഹനിധിയായ ഈ പിതാവ് നമ്മെ സ്നേഹിക്കുകയാണ്. പാപത്തിലും അതുപോലെ ദൈവത്തോടുള്ള ബന്ധം വിച്ഛേദിച്ച് ജീവിക്കുന്നവരായ മനുഷ്യൻ നിത്യം മരണത്തിലേക്ക് കടന്നു പോയതുകൊണ്ട് അവിടെ നിന്നും ഈ മനുഷ്യരെ രക്ഷിക്കുക എന്നുള്ള ആ സൃഷ്ടാവിൻ്റെ വലിയ ഒരാഗ്രഹമാണ് ഈ ദൈവരാജ്യ സുവിശേഷത്തോട് ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. സകലത്തിനെല്ലാവർക്കും കാരണഭൂതനായ അഖിലാണ്ടത്തിന്റെ ദൈവം തന്റെ പുത്രൻ മുഖാന്തരം മാനവകുലത്തെ രക്ഷിക്കുന്നു എന്ന് തിരുവെഴുത്ത് പറയുക. തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ നൽകിക്കൊണ്ട് നമ്മെ സ്നേഹിച്ച പിതാവിന്റെ സ്നേഹത്തെ തുടർന്ന ഈ ദൈവരാജ്യ സുവിശേഷം നിങ്ങളെ അറിയിക്കുന്നത്. ഈ ദൈവത്തിന്റെ നിത്യമായ സ്നേഹത്തിലേക്ക് മനുഷ്യൻ കടന്നു വരണം. ഇന്ന് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്
ഒരു സമാധാനമോ ഒരു സ്നേഹമോ അതിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ലോകത്ത് ജീവിക്കുകയാണ്. പണത്തിനും പദവിക്കും വേണ്ടി മനുഷ്യരെ അനുകൂലം ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സുവിശേഷം ദേശാന്തരങ്ങളിൽ വ്യാപകമായി തീരുന്നതിന്റെ ആവശ്യം എന്തെന്നാൽ, ഈ ദൈവം നമ്മെ സ്നേഹിച്ച ഈ സ്നേഹം കാൽവരി ക്രൂശിൽ തന്റെ ഏകപുത്രനായ ക്രിസ്തുവിനെ തകർത്ത് കളഞ്ഞ് ദൈവത്തോട് അകന്നുപോയ നമ്മെ ദൈവത്തോട് വീണ്ടും ആ ദൈവത്തിലേക്ക് വീണ്ടും നമ്മെ തിരിച്ചു കൊണ്ടുവരികയാണ്. അകന്നുപോയ നമ്മെ, വേർപെട്ടു പോയ നമ്മെ ക്രിസ്തുവിൽ കൂടെ ഒന്നാക്കി ചേർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. സുവിശേഷ ബന്ധത്തോട് അറിയുമ്പോൾ, ഓരോ വ്യക്തികളും എന്താണ് സുവിശേഷം എന്ന് അറിയുമ്പോൾ എന്റെ വ്യക്തമായ കാതൽ അറിയാനിടയായി തീരണം. ഇന്ന് പല സുവിശേഷങ്ങളും പല വിധത്തിലുള്ള സുവിശേഷങ്ങളാണ്. ഓരോ മനുഷ്യന്റെ താല്പര്യങ്ങൾക്കും ഓരോ മനുഷ്യരുടെ ഉദ്ദേശങ്ങൾക്കും വേണ്ടി അവർ കണ്ടുപിടിക്കുന്നതാ ഓരോ സുവിശേഷങ്ങൾ. പക്ഷെ സുവിശേഷം അതല്ല. സുവിശേഷം മർക്കോസിന്റെ സുവിശേഷത്തിൽ 1:15 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചു. അതുകൊണ്ട് മനുഷ്യ, നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ക്രിസ്തു യാഗമാകുന്നതിന് മുന്നമേ തന്നെ, ക്രിസ്തു കാൽവറിയിൽ യാഗമായിട്ടില്ല, അതിനു മുന്നമേ തന്നെ സുവിശേഷം ഈ ഭൂമിയിൽ യേശു ക്രിസ്തു അറിയിച്ചിട്ടുള്ള സുവിശേഷമാ രാജ്യത്വ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം. ദൈവത്തോടുകൂടെ നിങ്ങൾ ജീവിക്കണം, അതാണ് ക്രിസ്തു ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിന്റെ ചിന്തകളും അവണ്ണം തന്നെയായിരുന്നു മുമ്പേ. അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. നിങ്ങൾ എന്തു തിന്നും എന്തുടുക്കുമെന്ന് നിങ്ങൾ ഇങ്ങനെ വിചാരപ്പെടാതെ, ഇതെല്ലാം തരുന്നവനായ ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുക എന്നുള്ളതാ യേശു ക്രിസ്തു അറിയിച്ചത്. കർത്താവായ യേശു ക്രിസ്തുവിനെ എപ്പോഴും അറിയിപ്പാനുള്ളത് തന്റെ പിതാവിനെ കുറിച്ചാണ്. എന്റെ പിതാവ് സൽഗുണപൂർണനാ, നിങ്ങളും അവണ്ണം സൽഗുണപൂർണനായിരിപ്പിൻ. അപ്പോൾ ക്രിസ്തുവിന്റെ ചിന്തയും ക്രിസ്തുവിന്റെ മനസ്സും എല്ലാം തന്റെ പിതാവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. പിന്നെയും യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്റെ മുഖ്യ ആഹാരം. നിങ്ങൾ ഈ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി ജീവിക്കല്ലേ. നിങ്ങൾ നിത്യം ജീവിക്കുന്ന ഒരു ആഹാരമുണ്ട്, ആഹാരത്തിന് വേണ്ടി ജീവിക്കണം. അവിടെ കർത്താവ് പറയുക, ഞാനാണ് ജീവന്റെ അപ്പം. എന്നെ ഭക്ഷിച്ചാൽ, എന്നെ തിന്നാൽ എൻ മൂലം ജീവിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ ഭാഗമായി തീരണം, ക്രിസ്തുവിന്റെ മനസ്സുള്ളവരായി തീരണം. ക്രിസ്തു കടന്നുപോയ ചുവടുകൾ മാതൃകയാക്കി നമ്മൾ അതിനെ അനുഗമിക്കുന്നവരായി തീരണം. അവിടെയാ അനുഗമനത്തിൽ കൂടിയാ യേശു ക്രിസ്തുവിന്റെ തലയോളമുള്ള വളർച്ചയിലേക്ക് വരുന്നത്. ആ വളർച്ച പ്രാപിച്ചവരത്രേ ദൈവത്തിന്റെ പുത്രന്മാർ, അവരത്രേ ദൈവരാജ്യം അവകാശമാക്കുക. പ്രിയ സ്നേഹിത, ഇങ്ങനെയുള്ള തിരുവെഴുത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രകാശനമായി തീരുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ആരാധന കൊണ്ട്, സ്തുതി കൊണ്ടും നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ അവസാനിക്കാതെ ആ ക്രിസ്തു നമ്മെ അറിയിച്ച അനുഗമനത്തിൽ കൂടെ ദൈവപുത്രനായി നമുക്ക് തീരാൻ കഴിയണം. നമ്മുടെ ഈ സ്വയം ത്യജിച്ചുകൊണ്ട് ക്രിസ്തു കാൽവറി ക്രൂശിലേക്ക് നടന്നതുപോലെ നിത്യം നമ്മൾ ഈ ലോകത്തെ നേടാനല്ല, നമ്മൾ ദൈവത്തിന്റെ രാജ്യം നേടുന്ന ആ ജീവിതത്തിനും ഇതുപോലെ അത്തരത്തിലുള്ള പ്രവൃത്തികൾക്കും വേണ്ടി നമ്മൾ ജീവിക്കണം. അങ്ങനെ ആ ക്രിസ്തുവിൽ കൂടെ ദൈവ കുടുംബമായി നാം ക്രിസ്തുവിൽ ഒരു നിവാസമായി തീരുവാനിടയായി തീരും. അതത്രേ ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ട് അവിടെ നമ്മുടെ കർത്താവ് അറിയിക്കുന്നു. കൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, സഹോദര സഹോദരി, ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അടിത്തറയായി തീരട്ടെ, ഒരു അടിസ്ഥാനമായി തീരട്ടെ. യേശുക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന് മാത്രമാ ദൈവമുള്ളൂ, നിലനിൽക്കാത്തവന് ദൈവമില്ല. യേശുക്രിസ്തുവിന്റെ ഉപദേശമാ ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവത്തോടു കൂടെയുള്ള ജീവിതം. ആ ജീവിതത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ മാനസാന്തരപ്പെടാതെ കഴിയില്ല എന്നുള്ളത് ക്രിസ്തു അറിയിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മനം തിരിഞ്ഞുകൂടെ യേശുക്രിസ്തുവിനുള്ള വിശ്വാസവും അതുപോലെ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത് എത്രേ വിശുദ്ധ ബൈബിൾ പറയുന്നു. മാനസാന്തരം,
അങ്ങനെ നമ്മൾ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ഫലം പ്രാപിച്ച് ദൈവത്തോടുകൂടെ ജീവിക്കുന്ന തലത്തിലേക്ക് വരുവാനുള്ള ഏക സത്യദൈവമായ പിതാവിനോടുകൂടെ ജീവിപ്പാൻ കഴിയുന്ന നിലയിലേക്ക് വരുവാൻ തക്കവണ്ണം ഈ ദേശത്തെ ഏവരെയും അതിലേക്ക് ക്ഷണിക്കുകയാണ്. ജാതിയിലോ മതത്തിലോ പോയി നമ്മുടെ ജീവിതം അവിടെ നശിക്കാതെ ക്രിസ്തുവിൽ ദൈവത്തോടുകൂടെ ഒരു നിവാസമായി തീരുവാൻ, ഒരു കുടുംബമായി തീരുവാൻ, മരണമുള്ള മക്കളായ നമ്മൾ ദൈവപുത്രന്മാരായി ജീവിപ്പാൻ തക്കവണ്ണം ഏവരെയും നമ്മുടെ സൃഷ്ടാവായി ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദൈവരാജ്യ സുവിശേഷ സന്ദേശത്തിൽ നിന്ന് ഞങ്ങൾ വിരമിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.